സർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ സിപിഎം തർക്കം മുറുകുന്ന PM ശ്രീയിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ തീരുമാനമുണ്ടായില്ല. പക്ഷെ ഉച്ചയോടുകൂടിയാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇടതുപക്ഷ സർക്കാർ ഇതാ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു, PM ശ്രീ പദ്ധതി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് എന്ന്. ഒടുവിൽ CPI നിലപാട് വിജയം കണ്ടിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് രാവിലെ മന്ത്രി ശിവൻകുട്ടി വന്നിട്ട് പറയുന്നു, CPI എന്നെ ഇടതു രാഷ്ട്രീയം പഠിപ്പിക്കണ്ട എന്ന്. യഥാർത്ഥത്തിൽ PM ശ്രീ വിഷയത്തിൽ CPI CPM തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ? ഇതിനൊരു പരിഹാരമുണ്ടോ? 100 കോടിയെ ലഭിച്ചിട്ടുള്ളൂ, ബാക്കി 1400 എവിടെ എന്നൊക്കെയാണ് ശിവൻകുട്ടിയുടെ ചോദ്യം. എങ്ങനെ വിലയിരുത്താം? ഒന്ന്, ഇത് CPM CPI തർക്കമായി മാത്രം കാണാൻ പറ്റില്ല. ഒന്ന്, ഒരു ഇടതുപക്ഷ പാർട്ടിയും, രണ്ട്, അതിൽ നിന്ന് പൂർണ്ണമായി വ്യതിയാനം സംഭവിച്ച ഒരു ഒരു ബൂർഷാവൽക്കരിക്കപ്പെട്ട വലതുപക്ഷ പാർട്ടിയും തമ്മിലുള്ള പോരാട്ടമാണ്. CPM-നെ സംബന്ധിച്ച് ഇന്ന് അവർ ഇടത് നയങ്ങളിൽ നിന്നെല്ലാം പുറകിൽ പോയിരിക്കുന്നു. ഒന്ന്, CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഏറ്റവും ആദ്യം പറയുന്നത് വഴിപിഴച്ച നേതൃത്വത്തിനെതിരെയും തോക്ക് കരുതണം എന്നാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും പഠിപ്പിച്ചിരുന്നത്. എന്നാൽ CPM-ന്റെ നേതൃത്വം ഇന്ന് എവിടെയാണുള്ളത്? അതൊരു വഴിപിഴച്ച നേതൃത്വമായി മാറി എന്ന് മാത്രമല്ല, ആ നേതൃത്വത്തെ ഇന്ന് നയിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനും മക്കൾക്കും സ്തുതി പാടുന്ന, ഓശാന പാടുന്നവർക്ക് മാത്രം ആ പാർട്ടിയിൽ നിന്നു പോകാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഇന്ന് പിണറായിസ്റ്റുകളായി മാറുന്ന അവസ്ഥയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ മാറ്റി എഴുതി അവിടെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണം എന്ന് പറഞ്ഞ ദത്താത്രേയ ഹൊസബിളയെ കാണാൻ വേണ്ടി ഗുജറാത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനല്ല പോയത്. ഉത്തർപ്രദേശിലെ പോലീസിലെ വൈസ് ക്യാപ്റ്റൻ അല്ല പോയത്. കാണാൻ പോയത് കർണാടകയിലോ തെലുങ്കാനയിലോ അല്ല, ഈ പറയുന്ന മതേതര കേരളത്തിലെ, ഇടതുപക്ഷ കേരളത്തിലെ, ഞങ്ങൾ BJP എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന CPM-ന്റെ കീഴിലുള്ള പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. നോക്കൂ, പിണറായി വിജയനെ ഞാൻ കുറ്റം പറയില്ല. കാര്യം അത് ഒരു അച്ഛൻ ഉറങ്ങാത്ത വീടാണ് പിണറായി വിജയന്റെ വീട്, ഇന്ന് ക്ലിഫ് ഹൗസ്. കാര്യം അച്ഛൻ ഉറങ്ങാൻ പറ്റുന്നില്ല. മക്കൾക്കെതിരെയുള്ള ED അന്വേഷണങ്ങൾ, മകൾക്കെതിരെയുള്ള ED അന്വേഷണം, മകനെതിരെയുള്ള സെൻട്രൽ ഏജൻസികളുടെ നോട്ടീസ്, ഇതെല്ലാം വന്ന് ഉറങ്ങാതിരിക്കുന്ന അച്ഛന് തൽക്കാലം സെൻട്രൽ ഗവൺമെന്റുമായി, കേന്ദ്ര ഗവൺമെന്റുമായി, അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാരവുമായി കൈകൊടുത്തേ മതിയാവുകയുള്ളൂ എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു അച്ഛന്റെ വേദന നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒരു മുഖ്യമന്ത്രി എന്നതിനപ്പുറത്ത്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിനപ്പുറത്ത് അയാൾ ഒരു അച്ഛനാണ്. അപ്പൊ ആ അച്ഛന്റെ വേദന മുറുകിയാണ് തൃശൂർ സീറ്റ് ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി, ഡീലുണ്ടാക്കി കൊടുത്തത്. ആ അച്ഛന്റെ വേദന മുറുകിയാണ് ലാസ്റ്റ് ഇപ്പോ മകനെതിരെ ED അന്വേഷണത്തിന് നോട്ടീസ് ഉണ്ടായിരുന്നു, സമൻസ് ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന്റെ പിറ്റേന്നാണ് ഈ സെറ്റിൽമെന്റ് ഉണ്ടാവുന്നത്. നോക്കൂ നീതു, ഇതിൽ ഏറ്റവും രസകരം ഒന്ന്, CPI-യെ പറ്റിച്ചത് പോട്ടെ, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, കാര്യം പിണറായി വിജയന്റെ അടുക്കള തൂപ്പാണ് പണിയെങ്കിലും അയാൾ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആണല്ലോ, ബൈ പോസ്റ്റ് എങ്കിലും. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കഴിഞ്ഞ മാസം 17-ാം തീയതി നമ്മളോട് പറയുന്നത് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ചർച്ച ചെയ്യേണ്ട പോലും കാര്യമില്ല എന്ന് പറയുകയാണ്. പക്ഷേ PM ശ്രീയിൽ കേരളം ഒപ്പിട്ടത് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ്. 16-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന LDF-ന്റെ ഗവൺമെന്റ് ഒപ്പിട്ടത് ആ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല. അതിനുശേഷം 17-ാം തീയതി ഒപ്പിടില്ല എന്ന് പറഞ്ഞ ദേശീയ സെക്രട്ടറിക്ക് 18-ാം തീയതി വന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിസ്സഹായനാണ് എന്ന് പറയേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇത് CPI-യുടെ വിജയമല്ല, ഇത് മതേതര കേരളത്തിന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്, അങ്ങനെ ഒരു ലെറ്റർ അയക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല, ഇനി അധികം കാലമൊന്നും CPI-ക്ക് ആ മുന്നണിയിൽ തുടർന്നു പോകാൻ സാധിക്കുമെന്ന വിശ്വാസം എനിക്കില്ല. കാരണം ലെഫ്റ്റ് ഐഡിയോളജി പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് LDF-നെ സംബന്ധിച്ച്. നമുക്കറിയാം, നീതിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുമായി സഹകരിക്കുന്ന സമയത്ത് CPI മുഖ്യമന്ത്രി പദം രാജിവെച്ച് വിട്ടൊഴിഞ്ഞിട്ടാണ് LDF ഉണ്ടാക്കാൻ പോകുന്നത്. ദേശീയ തലത്തിൽ ഇടതുപക്ഷ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നും ഇടതുപക്ഷ ഐക്യം ഉണ്ടാവണമെന്ന് അന്നത്തെ 2 പാർട്ടി കോൺഗ്രസുകളും ലേഖനം പുറപ്പെടുവിക്കുന്നു. അതിന്റെ ഭാഗമായി CPI തീരുമാനിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെച്ച് LDF ഉണ്ടാക്കാൻ പോയവരാണ് CPI. അപ്പൊ ആ CPIക്ക് അത്രമാത്രം ഒരു ലെഫ്റ്റ് ബേസ് ഉള്ളവരാണ്. ആ ബേസ് വെച്ചുകൊണ്ട് ഇനിയും RSS-ന് വഴങ്ങി കൊടുക്കുന്ന, BJP-ക്ക് വഴങ്ങി കൊടുക്കുന്ന പിണറായി വിജയന്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് 2026-ൽ ഉണ്ടാവാൻ പോകുന്ന UDF ഗവൺമെന്റിൽ CPI-യും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനി അധികകാലം തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന, തീവ്ര സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന, BJP-യുടെ B ടീമായി കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന CPM-നൊപ്പം ചേർന്ന് നിൽക്കാൻ CPI-ക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ വൈകാതെ UDF-ലേക്ക് തന്നെ, UDF-ന്റെ ഭാഗമായി തന്നെ CPI വരേണ്ടി വരും എന്നാണ് എന്റെ പ്രതീക്ഷ.
ആണെങ്കിൽ കൂടി അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട് ശ്രീ വസന്ത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ CPI ഒരു നിലപാടും CPM ഒരു നിലപാടും ഈ PM ശ്രീയുടെ വിഷയത്തിൽ മാത്രം എടുക്കുന്നത് എന്ന്? കേന്ദ്ര ഫണ്ട് മാത്രമാണ് ഇടത് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ CPI എന്തുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്നില്ല? അല്ല, കേന്ദ്ര ഫണ്ട് മാത്രമല്ല, ഒന്നാമത് ഈ പറയുന്ന പി എം ശ്രീയിൽ ഒപ്പിടുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഓഫ് NEP ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രശ്നം, ഈ PM ശ്രീയുടെ ഫണ്ട് മേടിച്ചാൽ സംസ്ഥാന സർക്കാരിന് പോലും നിയന്ത്രണമുള്ള സ്കൂളുകളിൽ NEP നടപ്പിലാക്കേണ്ടി വരും. NEP നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തീരുമാനിക്കുകയാണ് സവർക്കറിനെ പറ്റി പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ പഠിപ്പിക്കേണ്ട വരും. അതായത് ഇടതുപക്ഷത്തിന്റെ യൂണിയനിൽപ്പെട്ട അധ്യാപകർക്ക് പോയി സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നും ഗാന്ധിജി ഓട്ടോറിക്ഷ തട്ടിയാണ് മരിച്ചതെന്നും പഠിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ അത് പഠിപ്പിക്കേണ്ട വരും. അപ്പോ അതുകൊണ്ടാണ് പിണറായി വിജയന് അദ്ദേഹത്തിന്റെ മകളെ അല്ലെങ്കിൽ മകനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടേണ്ടതായി വരുന്നത്. അതിന് നിർബന്ധിക്കപ്പെടുകയാണ്. കാരണം ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മകനെതിരായിട്ടുള്ള ED നോട്ടീസ് വന്നു എന്ന വാർത്തകൾ വെളിയിൽ വരികയാണ്. അത് വന്നതിന്റെ ആ ആഴ്ചയിൽ തന്നെയാണ് ഈ പറയുന്ന PM ശ്രീയിൽ കേരളം ഒപ്പിടുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത് എത്രാമത്തെ തവണയാണ് എന്ന് നമ്മൾ കണ്ടു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പരസ്പര സഹകരണ സംഘമായി CPM-ഉം BJP-യും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരു പരസ്പര സഹകരണ സംഘമായി പ്രവർത്തിക്കുകയാണ്. ഒരാളുടെ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി മറ്റേയാൾ വെച്ച് നീട്ടുന്ന എച്ചിൽ കഷ്ണം ഭക്ഷിച്ച് അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക. അവരുടെ ആശയ അടിത്തറയെ, അവരുടെ ആശയധാരയെ താഴേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ആവശ്യമായ PM-ശ്രീ അടക്കമുള്ള പദ്ധതികളിലേക്ക് പങ്കുചേരാൻ ഇവർ നിർബന്ധിതരാവുകയാണ്. CPM അടക്കമുള്ള കക്ഷികൾ, CPM അടക്കമുള്ള കക്ഷി എന്നല്ല, പ്രധാനപ്പെട്ട CPM എന്ന് പറയുന്ന കേരളത്തിലെ 1-ാം നമ്പർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർബന്ധിതരാവുകയാണ്. അപ്പൊ സ്വാഭാവികമായും CPIക്ക് ഇനി അധികം കാലം അത്തരത്തിൽ മകനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന പിണറായിസ്റ്റുകളായ ഒരു പറ്റം കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് വലതുപക്ഷ നയങ്ങൾക്ക് അനുസൃതമായി നിന്ന് അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങളെ താഴേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിന് സ്തുതി പാടാൻ, ഓശാന പാടാൻ ഇനി അധികം കാലം CPIക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. CPI CPM വിവാദത്തെ നിരന്തരം കോൺഗ്രസ് ഈ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, PM ശ്രീ പോലെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ നിലവിൽ കോൺഗ്രസ് ആയിരുന്നു സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ ആ പദ്ധതിയെ സ്വീകരിക്കുമായിരുന്നു? നോക്കൂ, ഒന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് ദേശീയ അടിത്തലത്തിൽ തന്നെ എടുത്തിരിക്കുന്നത്. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സഫോണിക്കേഷന്റെ ഒരു ഒളിച്ചുകടത്തൽ നടത്തുന്നുണ്ട്, കാവ്യവൽക്കരണത്തിന്റെ ഒളിച്ചുകടത്തൽ നടത്തുന്നുണ്ട് എന്ന വാദമാണ് കോൺഗ്രസിനുള്ളത്. അത് ഹിന്ദുത്വവൽക്കരണമല്ല കേട്ടോ, അതിനെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഹിന്ദു ഐഡിയോളജികളെ, ഹിന്ദു മിത്തുകളെ, ഹിന്ദു ആശയങ്ങളെ അല്ലെങ്കിൽ അതിനെ ഒളിച്ചു കടത്തുന്നു എന്നതല്ല. മറിച്ച് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ അജണ്ട, അതായത് ഒരു വർഗീയ ഹിന്ദുത്വ അജണ്ടയെ ഒളിച്ചു കടത്തിയാണ്. അതിനെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇവിടുത്തെ മതേതര ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായി ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന 1500 കോടിയോ 100 കോടിയോ 200 കോടിയോ അത് എത്ര കോടിയാണെങ്കിലും ആ എച്ചിൽ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ 30 വെള്ളിക്കാശിന് വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുക്കാൻ കോൺഗ്രസ് ഒരു കാലത്തും തയ്യാറാവില്ല. ഇനി വരുന്ന ഗവൺമെന്റുകളിലാണെങ്കിലും ഈ 30 വെള്ളിക്കാശിന് വേണ്ടി സംഘപരിവാറിന്റെ മുമ്പിൽ കൊണ്ടുപോയി കേരളത്തിന്റെ മതേതര മനസ്സിനെ, കേരളത്തിന്റെ സെക്യുലർ മൈൻഡിനെ, കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെ ഒറ്റുകൊടുത്ത് യൂദാസുമാരാവാൻ ഏതായാലും കോൺഗ്രസിനെ കിട്ടില്ല എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആ നിലപാട് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിച്ചു പോരും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സമരരംഗത്തുള്ളത്. നോക്കൂ, SFIയുടെ അവസ്ഥ എന്താണ്? എല്ലാ കാലത്തും SFI പറഞ്ഞിരുന്നത് ഞങ്ങൾ വലിയ വർഗീയ വിരുദ്ധ പോരാളികളാണ് എന്നാണ് പറഞ്ഞത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പുതിയൊരാളുണ്ടല്ലോ, നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോ അദ്ദേഹം എന്താണ് മുമ്പ് നടത്തിയിരുന്നത്? സമരങ്ങൾ. എന്തൊക്കെ സമരങ്ങളായിരുന്നു SFI നടത്തിക്കൊണ്ടിരുന്നത്? കോൺഗ്രസും BJP-യും ഡീൽ എന്നായിരുന്നു SFI പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, കണ്ണൂർ സർവകലാശാലയുടെ മുമ്പിൽ SFI സമരം നടത്തുമ്പോൾ കണ്ണൂർ സർവകലാശാലയ്ക്കുള്ളിൽ CPM നിയന്ത്രിക്കുന്ന കണ്ണൂർ സർവകലാശാലയ്ക്കുള്ളിൽ സവർക്കറിനെ പറ്റി പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ SFIയെ പോലും മണ്ടന്മാരാക്കുന്ന, അവരെ പോലും വിലക്കെടുക്കാത്ത, അവരുടെ പോലും വാക്കിന് യാതൊരു വിലയുമില്ലാത്തൊരു കാലമാണ്. ദയവേത് SFI എങ്കിലും സമരരംഗത്തേക്ക് ഇറങ്ങണം എന്നാണ്. KSUവിനൊപ്പം സമരരംഗത്തേക്ക് ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം. അവർ സമരരംഗത്ത് വരണം. ഈ സഫോണിക്കേഷനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ, അതിന് കൊടി പിടിച്ചു കൊടുക്കുന്നവർക്കെതിരെ രംഗത്തുണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്.
ഏതായാലും CPI-CPM തർക്കം രൂക്ഷമാവുകയാണ്. PM ശ്രീയിൽ വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ CPM-ന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം CPI ബാക്കിയാക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മന്ത്രി ശിവൻകുട്ടി PM ശ്രീയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മുന്നോട്ട് പങ്കുവയ്ക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു, അഡ്വക്കേറ്റ് ബസർ.